പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ബി എസ് എൻ എല്ലിൻ്റെ FTTHയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന BSNL ടിപ്പുകളുടെ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും BSNL ടിപ്പുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് പേപ്പറുകളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ TV ചാനലുകളിലൊക്കെ BSNLൻ്റെ ലാഭത്തിൻ്റെ കണക്കിനെ പറ്റിയുള്ള വാർത്തകൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് BSNLൻ്റെ ചാർജുള്ള കേന്ദ്രമന്ത്രി നടത്തിയ ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾ തുടർന്ന് കാണുന്നത്. Bharat Sanchar Nigam Limited, a government-owned telco, has in this quarter, which is the third quarter of FY 24-25, for the first time in 17 years, posted a profit on a quarterly basis. The last time that BSNL posted a quarterly profit was in the year 2007. BSNL, in the earnings announced today, has posted a quarterly profit of close to 262 crores. ഈ മീറ്റിംഗിൽ ആ മന്ത്രി പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2007 ശേഷം BSNL ആദ്യമായി ലാഭം നേടിയ ഒരു ക്വാർട്ടറാണ് കഴിഞ്ഞ ഈ 6 മാസം എന്ന് പറയുന്നത്. ആ ക്വാർട്ടറിൽ 262 കോടി BSNL ലാഭം നേടി. തുടർച്ചയായി പത്രങ്ങളും നമ്മുടെ അപ്ഡേറ്റുകൾ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, കഴിഞ്ഞ ഈ 2007 ശേഷം BSNLിൽ നിന്നും എത്ര ആയിരം ആൾക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടും BSNLൻ്റെ ഇൻഫ്ര എത്രമാത്രം എക്സ്പാൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു ലാഭം നേടുവാൻ BSNLന് സാധിച്ചിട്ടുള്ളത്. ഇത് BSNL FTTHൻ്റെ മാത്രമായി BSNL നേടിയെടുത്ത ലാഭം എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാര്യം BSNLൻ്റെ മൊബൈൽ നെറ്റ്വർക്കിലുണ്ടായ ഗ്രോത്തും ഇതിൻ്റെ അകത്ത് വലിയൊരു ഘടകം തന്നെയാണ്. BSNLൻ്റെ FTTHൻ്റെ ഗ്രോത്തിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് മനസ്സിലായി. കാര്യം ലക്ഷക്കണക്കിന് നമ്പറുകളാണ് BSNLിലേക്ക് പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാര്യം അത് അവരുടെ വിതരണത്തിലുള്ള നിലവാരം കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ കവറേജ് കൂടിയത് കൊണ്ടോ അവരുടെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത ആ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, താരിഫുകളിൽ വന്ന ഒരു ഭയങ്കര വ്യതിയാനം BSNLനെ ഈ ഒരു കുതിച്ചു മുന്നേറ്റത്തിന് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. കാര്യം ധാരാളം പോയ നമ്പറുകൾ പോലും തിരിച്ച് BSNLിലേക്ക് മടങ്ങി വന്ന് അവരുടെ പ്രശംസനീയമായ രീതിയിലുള്ള താരിഫ് വർദ്ധിപ്പിക്കാതിരുന്ന ആ ഒരു നടപടി. അതോടൊപ്പം തന്നെ ഏകദേശം ഈ വർധനവിൽ 40 മുതൽ 50% വരെ BSNLൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് BSNLൻ്റെ FTTH ഗ്രോത്ത് തന്നെയാണ്. കാര്യം ഇത്രയും ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടും BSNLൻ്റെ സ്റ്റാഫ് ഇല്ലാതിരുന്നിട്ടും BSNLൻ്റെ സ്റ്റാഫുകളുണ്ട്, ടെക്നിക്കൽ അതിൻ്റെ ആ ഓഫീസിനുള്ളിലുള്ള ടെക്നിക്കൽ ഫീൽഡിൽ അതിൻ്റെ മെയിൻ കോറുകളിൽ മാത്രമേ BSNL സ്റ്റാഫുകളുള്ളൂ. എന്നാൽ എക്സ്റ്റേണലി അത് സ്പ്രെഡിങ്ങിൽ ഏറ്റവും പഠിക്കുന്ന ഈ ടിപ്പുകൾ വഹിക്കുന്ന ആ ഒരു മേഖലയിൽ പ്രശംസനീയമായ ഗ്രോത്താണ് ഇന്ത്യയിലുണ്ടായത്. അത് പ്രത്യേകിച്ച് ഈ സർക്കിളുകളിൽ ഏറ്റവും ലാഭം നേടിയ സർക്കിളാണ് കേരളം എന്ന് പറയുന്നത്. ഇത്രയും ലാഭം നേടിയ ഒരു BSNLൻ്റെ ഇൻഫ്രാ പ്രൊവൈഡർമാരാണ് കേരളത്തിലെ BSNL ടിപ്പുമാർ എന്നുള്ളത്. ആ BSNL ടിപ്പുകൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റിയാണ് കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ടിരുന്നത്. ഒരു കാര്യം അപ്പോൾ വീണ്ടും ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള ഏത് സ്ഥാപനത്തിൻ്റെയും തകർച്ചയ്ക്ക് ഒരു പരിധി വരെ കാരണമാകുന്നത് ഭീമമായ ശമ്പളം കൈപ്പറ്റി ജോലി ചെയ്യാതിരിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം വർഗമാണ് അതിന് കാരണം എന്നുള്ളതാണ് ഈ BSNLൻ്റെ വളർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ തൊഴിലാളികൾ ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ആ ഒരു തൊഴിലാളികൾ ആവശ്യമേ ഇല്ല എന്ന് BSNL വ്യക്തമായ ഒരു സന്ദേശമാണ് ഭാരതദേശത്തിന് നൽകുന്നത്. അതുപോലെ തന്നെ BSNL അവരുടെ ഇൻഫ്രയുടെ കാര്യത്തിൽ നടത്തുന്ന ഡെവലപ്മെൻറ്റുകൾ പല കമ്പനി ഇപ്പോൾ ടാറ്റയുമായി പങ്കുചേർന്നിട്ടാണ് അവർ 4G 5G ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. ഇതൊക്കെ അവരുടെ മുന്നേറ്റത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ച
വളരെ കഷ്ടമനുഭവിക്കുന്ന ഒരു കൂട്ടം ടിപ്പുകളും ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ബോധപൂർവമാണോ അതോ അവരറിയാതെ വിസ്മരിച്ചു പോയതാണോ എനിക്കറിയാൻ വയ്യ. അവരുടെ കാര്യം ഈ മീറ്റിങ്ങുകളിലെങ്ങും അവർ ഒരു പ്രശംസയും അവർക്ക് കൊടുത്തതായിട്ട് ഒരു പത്രത്തിലോ ന്യൂസ് ചാനലിലോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ കാണാത്തതാണോ, ഇനി മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ദയവായിട്ട് നിങ്ങൾ ഒന്ന് അതിൻ്റെ അകത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാര്യം ഞാൻ വളരെ എന്നാൽ കഴിയുന്ന മാതിരി പരിശോധിച്ച് നോക്കി, പക്ഷേ അതിലത്തെങ്ങും ഈ ടിപ്പുകളെപ്പറ്റി യാതൊരു പരാമർശവുമില്ല. അപ്പം BSNL ടിപ്പുകളോട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ലാഭമില്ലാത്ത ഒരു ബിസിനസ്സല്ല, ലാഭമുള്ള ഒരു ബിസിനസ്സാണ്. പക്ഷെങ്കിൽ ആ ലാഭമുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലാഭമില്ലാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയുടെ അതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് അതിൻ്റെ തമ്പനയിലിൽ മെൻഷൻ ചെയ്യുന്നു, കരയുന്ന കുഞ്ഞിന് പോലും പാലില്ല. അപ്പോൾ കരയാത്ത കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര പേരെ മനസ്സിലാക്കിയെന്ന് അറിയാൻ വയ്യ. ഞാൻ ഉദ്ദേശിച്ച അർത്ഥം എന്ന് പറഞ്ഞത്, ഒരു കുഞ്ഞ് അവിടെ കിടന്നുറങ്ങുകയാണ്. അതങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ അതിനെ പെറ്റു വളർത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം മാതാവ് പോലും ആ കുഞ്ഞിന് വിശപ്പില്ല, അപ്പോൾ അതിന് പാല് കൊടുക്കണ്ട എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയേക്കാം. എന്നാൽ ആ കുഞ്ഞ് കിടന്ന് കരയുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ അല്ലെങ്കിൽ വിശന്നിട്ടാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഏത് തരത്തിലാണെങ്കിലും ഇവരെ അറിയിച്ചില്ലെങ്കിൽ, ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ലാഭത്തിലേക്കല്ല, നമ്മൾ വീണ്ടും നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ BSNLുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 6 മാസങ്ങളിലായി BSNL ടിപ്പുമാർ നേരിടുന്ന ആ ഇൻസൈഡിലുള്ള പ്രശ്നങ്ങൾ. കാര്യം അവരുടെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, അത് സംബന്ധിച്ച് ഓരോ LCOമാർക്ക് അനുഭവപ്പെട്ട ദുരന്തങ്ങൾ, അവരുടെ പേയ്മെൻറ്റ് ഡിലേകൾ, ഇതിനൊക്കെ എത്രയൊക്കെ വന്നിട്ട് നമ്മൾ ആരും മറുതലിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള നടപടികൾ കൈക്കൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളാൽ കഴിയുന്ന വിധം BSNLനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കേബിൾ ലേയിങ് പ്രശ്നത്തിൽ വ്യക്തമായ ഒരു തീരുമാനം വെളിപ്പെടുത്തേണ്ടുന്ന ഒരു സമയമാണ് BSNL. അതിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റോ നിയമത്തിൽ കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള കേസിൽ, സംഘടനകൾ ഫയൽ ചെയ്തിട്ടുള്ള കേസിൽ BSNL കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അവരെടുത്തു പറയുന്ന ഒരു കാര്യം, BSNL ഒരു അസോസിയേഷനെയോ യൂണിയനുകളെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അവരങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം അവർ വിസ്മരിച്ചു പോകുന്നു, BSNLനുള്ളിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് എത്ര യൂണിയനുകളുണ്ട്. അവരെല്ലാം യൂണിയനുകളുടെ കീഴിലാണ് BSNLിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും BSNL മാനേജ്മെൻറ്റുമായി സംസാരിക്കുന്നത് ആ യൂണിയനിൽ ത്രൂ ആണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുവാൻ അവർക്ക് BSNLിൽ ഒരു യൂണിയൻ ആവശ്യമായിരിക്കുകയും പുറത്ത് എല്ലാ സപ്പോർട്ടും നൽകി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറിയ LCOകൾ ഒരു യൂണിയനായി അവരുടെ ആവശ്യങ്ങൾ അവരോട് പറയുമ്പോൾ ആ യൂണിയനെ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന ആ മനോഭാവവും, അതിൻ്റെ വൈരുദ്ധ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയെടുക്കണം. കാര്യം അങ്ങനെ ഒരു കാര്യത്തെ ചുമ്മാ അംഗീകരിച്ചു തരുവാൻ BSNL ഒരിക്കലും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നിങ്ങളൊരു സംഘടനയാണെന്നും സംഘടനയുടെ ശക്തി എന്താണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം കൂടിയാണ് ഈ മുന്നിൽ നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ നിങ്ങൾക്ക് ഫലമുണ്ടാകുവാൻ നിങ്ങളുടെ പ്രയത്നങ്ങൾക്കൊപ്പം നിങ്ങളുടെ സംഘടനകളും കൂടെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന സപ്പോർട്ടുമായി ഞാനും ഉണ്ടാകും എപ്പോഴും നിങ്ങളുടെ കൂടെ. എൻ്റെ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നതിന് ഈ ചാനൽ സഹായകരമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളാൽ കഴിയുന്ന പോലെ ഷെയർ ചെയ്യുവാനും മറക്കല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.